മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സംസ്ഥാനപാതയുടെ അലൈൻമെന്റ് മാറ്റാൻ ഇടപെട്ടുവെന്ന ആരോപണം. പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ സ്റ്റേഡിയത്തിന് സമീപമുള്ള കെട്ടിടം സംരക്ഷിക്കാൻ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്നാണ് കോൺഗ്രസ് ആരോപണം. കൊടുമൺ പഞ്ചായത്തിൽ UDFന്റെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. നിതിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുന്നിലുള്ള റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നടത്തിവരുന്ന കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഹർത്താൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ചേരുന്നുണ്ട്. ഹർത്താൽ സമ്പൂർണ്ണ വിജയമാണോ ഇന്നത്തെ? ഇന്ന് കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹർത്താൽ. ഈ ഹർത്താലിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ പഴയ പോലീസ് സ്റ്റേഷൻ തൊട്ട് അങ്ങ് വടക്ക് വാഴവിള പടി വരെയുള്ള പ്രദേശങ്ങളിലെ അലൈൻമെൻറ്റിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും UDFൻ്റെയും വ്യക്തമായ അഭിപ്രായം. ഇതിനെ സംബന്ധിച്ച് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജി ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുൻവശത്തുള്ള ഓട റോഡിലോട്ട് ഇറക്കിയാണ് ഈ കരാറുകാരനും അതുപോലെ തന്നെ കിഫ്ബി ഉദ്യോഗസ്ഥരും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ ഹർത്താൽ നടത്തുന്നത്. ഇന്നലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് നിർമ്മാണ പ്രവർത്തനം തുടരുവാൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനെ തയ്യാറായത്. അതിനെ തടയുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും തടയുകയും തടഞ്ഞ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കുകയും ചെയ്തു. അതിനുശേഷം പല ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് വരുന്ന സംസ്ഥാന പാതയാണിത്. സംസ്ഥാന പാതയോട് ചേർന്ന് നിർമ്മിക്കുന്ന ഓടയുടെ അലൈൻമെൻ്റാണ് ഈ പ്രസ്തുത കെട്ടിടത്തിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ മാറ്റി സ്ഥാപിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും നിതിൻ തോമസ്, മീഡിയ 1.